തെരഞ്ഞെടുപ്പിൽ പിന്തുണ തേടി തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എം.പി. എൻ.എസ്.എസ്. ആസ്ഥാനത്തെത്തി. എൻ.എസ്.എസ്. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി അരമണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. സമദൂരമാണ് എൻ.എസ്.എസ്. നിലപാടെന്നും തനിക്ക് എല്ലാ അനുഗ്രഹവും നൽകിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കോട്ടയത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പി.സി. തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു സുരേഷ് ഗോപി. രാവിലെ ചങ്ങനാശ്ശേരി എസ്.ബി. കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ സുരേഷ് ഗോപി അപ്രതീക്ഷിതമായാണ് എൻ.എസ്.എസ്. ആസ്ഥാനത്തേക്ക് എത്തിയത്. പിന്തുണ തേടിയെത്തിയ സുരേഷ് ഗോപിയുമായി അരമണിക്കൂറോളം എൻ.എസ്.എസ്. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കൂടിക്കാഴ്ച നടത്തി. അനുഗ്രഹം തേടിയാണ് എൻ.എസ്.എസ്. ആസ്ഥാനത്തെത്തിയതെന്നും എല്ലാ അനുഗ്രഹവും ലഭിച്ചുവെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ പിന്തുണയുടെ കാര്യം ചോദിച്ചപ്പോൾ സമദൂര നിലപാടാണ് എൻ.എസ്.എസിന്റേതെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു മറുപടി. സമദൂരം എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ ചോദ്യം എന്നോട് ചോദിക്കണ്ടെന്ന് പറയുക. എൻ.എസ്.എസ്. വ്യക്തമാക്കിയിട്ടുണ്ടല്ലേ. മന്നം സമാധിയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഗേറ്റ് തുറക്കാത്തതിനെ തുടർന്ന് സുരേഷ് ഗോപിക്ക് അകത്തുകയറാൻ സാധിച്ചില്ല. 2015 അനുമതിയില്ലാതെ എൻ.എസ്.എസിന്റെ ബജറ്റ് സമ്മേളനത്തിലേക്ക് കയറിച്ചെന്ന സുരേഷ് ഗോപിയെ ജനറൽ സെക്രട്ടറി പുറത്താക്കിയിരുന്നു. ഇതിനുശേഷം ആദ്യമായിട്ടാണ് സുരേഷ് ഗോപി എൻ.എസ്.എസ്. ആസ്ഥാനത്ത് എത്തിയത്. അനുഗ്രഹം ലഭിച്ചുവെങ്കിലും എൻ.എസ്.എസിന്റെ പിന്തുണ ലഭിക്കുമോ എന്ന കാര്യത്തിൽ സുരേഷ് ഗോപിക്കും വ്യക്തമായ മറുപടിയില്ല. അതുകൊണ്ട് തന്നെ ആ പിന്തുണ ലഭിക്കുമോ എന്നറിയാൻ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. ക്യാമറ പേഴ്സൺ രഞ്ജിത്തിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം.